ഹായ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് തക്കാളീൻ്റെ അച്ചാർ. ഞാനൊരു 2 കിലോ തക്കാളീൻ്റെ അച്ചാറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. 2 കിലോ തക്കാളി നന്നായിട്ട് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് നന്നായി തോർത്തി, എന്നിട്ട് കുറച്ച് നേരം ഫാൻ്റെ അടിയിൽ വെച്ചിട്ട് അതിലുള്ള വെള്ളപ്പശയെല്ലാം അങ്ങോട്ടേക്ക് എല്ലാം മാറ്റിയിട്ടെല്ലാം നേരെയാക്കി. തക്കാളിൻ്റെ പുറത്തെല്ലാം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ അത്ര വലിയ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഉണങ്ങിയ പോലെ ആന പോലെ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് ആക്കിയിട്ട് ഒരു തക്കാളിനെ 4 കഷ്ണം പോലെ മുറിച്ചിട്ട് അതിനെ ഒരു വലിയ ചീൻചട്ടിയിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങേൻ്റെ അത്ര വലിപ്പമില്ലേ പുളിയും ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ചൂടാക്കി കൂടെ നിൽക്കുവാണ്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ചൂടാക്കിയിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഇടുന്ന സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നമ്മുടെ 2 കിലോ തക്കാളി നന്നായിട്ട് മുറിച്ചിട്ട് ചീൻചട്ടിയിലുണ്ട്, നന്നായിട്ട് വെന്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങേൻ്റെ സൈസുള്ള പുളിയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെള്ളം നല്ലോണം തക്കാളിൻ്റെ പോന്നത്ര വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ തക്കാളി കുറച്ച് കരിഞ്ഞു പോയ പോലെ ആയാൽ അച്ചാർ ശരിയാവില്ല, ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് നമ്മളിത് ഇളക്കിക്കോട് നിൽക്കണം. ഈ തക്കാളിൻ്റെ വെള്ളം പോന്നത്ര വരെ നമ്മളിത് ഇളക്കിക്കോട് നിൽക്കണം. എന്നപ്പം തക്കാളി നല്ല വെള്ളമെല്ലാം പോയിട്ട് നല്ല കട്ടിയായിട്ട് നന്നായിട്ട് ഒടിഞ്ഞിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന എന്തെല്ലാം പൗഡറുകൾ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നമ്മുടെ തക്കാളിയും കുറച്ച് പുളിയും നമ്മൾ ഇതിലിട്ട് ഈ അച്ചാറിനുള്ള തക്കാളി നല്ലോണം വറ്റിയിട്ട് വെള്ളമെല്ലാം പോയിട്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കേണ്ട സാധനം ഒരു 1/2 ഗ്ലാസ് കാശ്മീർ ചില്ലി പൗഡർ, ഒരു 2 സ്പൂണ് കടുക് പൊടി, 1 ടീസ്പൂണ് ഉലുവപ്പൊടി, ഇതിൻ്റെ പകുതി വെളുത്തുള്ളി, 1 സ്പൂണ് മഞ്ഞൾ, ആവശ്യത്തിനുള്ള ഒരു 1/4 ഗ്ലാസ് വരെ ഉപ്പ്. ഈ തക്കാളിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഈ തക്കാളിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഇതാ ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എള്ളെണ്ണയാണ് ഈ അച്ചാറിന് ഉപയോഗിക്കുന്നത്. ഇതാ ഈ എള്ളെണ്ണയാണ് ഞാൻ ഉപയോഗിക്കൽ അച്ചാറിന്. ഇതയം നല്ലെണ്ണയാണിത്. ഇത് നല്ല ഒരു എണ്ണയാണ്. അച്ചാറിനെല്ലാം നന്നായിട്ടുണ്ടാവും ഈ എണ്ണ. ഈ എണ്ണയാണ് ഞാൻ ഈ അച്ചാറിനെല്ലാം ഉപയോഗിക്കൽ. നമ്മളൊരു 1/2 ലിറ്ററിൻ്റെ അകത്ത് കുറച്ച് കുറവ്, ഇത് 1/2 ലിറ്ററിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ അകത്തൊരു 3/4 പാക്കറ്റ് നമ്മൾ ഈ ചീൻചട്ടിയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു 5-6 മുളക്, കടു, ജീരകം, ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലാത്തവർക്ക് കടും ജീരകം മാത്രം മതി. അതിൻ്റെ അകത്ത് ഒരു 10-15 വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കണം. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കണം. അതേപോലെ ഒരു നല്ല ടീസ്പൂണ് കായം നമ്മൾ ആ എണ്ണയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എണ്ണ തിളച്ച ശേഷം കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞ പിന്നെ ആ എണ്ണയെല്ലാം തണിഞ്ഞ് കഴിഞ്ഞ ശേഷം ഈ നമ്മൾ മിക്സിയിലിട്ട് ഇപ്പം അരക്കാൻ വേണ്ടി പോന്നെ തക്കാളി അരച്ചിട്ടെടുത്ത ശേഷം കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞ പിന്നെ ഈ എണ്ണ എടുത്തിട്ട് നമ്മൾ അച്ചാറിൽ ഇട്ട് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ കുറച്ച് നല്ലോണം ദിവസം വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അരച്ച അച്ചാർ എടുത്തിട്ട് നമ്മൾ ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരം നല്ലോണം ചൂടാക്കിയിട്ട് ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ തക്കാളി ഉള്ള വെള്ളപ്പശയോ അതെന്തോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പോയിട്ട് നന്നായിട്ട് അച്ചാറായിട്ട് വരും. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ആ എണ്ണയിലിട്ടിട്ട് കലക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ ശേഷം തണിഞ്ഞ പിന്നെ ഒരു ബോട്ടിൽ നമുക്ക് ആക്കി വെക്കാം. എന്നാൽ ഞാനിപ്പം ഈ തക്കാളി പുളിയും വേവിച്ച് വെച്ചേനെ ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അതിൽ എണ്ണ ചൂടാക്കി വയ്ക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഞാനിത് അരക്കാൻ വേണ്ടി നോക്കട്ടെ. ഇതാ എണ്ണേൻ്റെ അകത്ത് കടു, ജീരകം, ചോനമുളക്, ആ കടു ജീരകം പൊട്ടിയ ശേഷം
നമ്മൾ ഈ വെളുത്തുള്ളിയും കരിയാപ്പിലും കായും നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക. ഇതാ നന്നായിട്ട് എണ്ണ ചൂടാവുന്നുണ്ട്. ഞാൻ മുളകിട്ട് കൊടുത്തിട്ടുണ്ട്. കടു പൊട്ടിയ പാടെ നമ്മൾ ഈ വെളുത്തുള്ളി കരിയാപ്പിലും എണ്ണയിൽ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കായം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഇതാ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ തക്കാളിയും പുളിയുമാണ് ഇത് ഞാൻ അരച്ചത് വേവിച്ചിട്ട്. ഇതെടുത്തിട്ട് നമ്മൾ ആ എണ്ണയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ ആ എണ്ണ എടുത്തിട്ട് ഇതിലും ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഇനി വെള്ളപ്പശ എന്തെങ്കിലും ഉണ്ടെന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റ് നേരം ആ എണ്ണയിൽ നമ്മൾ ഈ അച്ചാറിനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ആ എണ്ണയെല്ലാം കുറച്ച് മേലോട്ട് ഇങ്ങനെ ഒരു പൊന്തി വരും. ആ സമയത്തൊക്കെ നമ്മൾ സ്റ്റൗ ബന്ധാക്കി വെക്കുക. എന്നിട്ട് തണിഞ്ഞ ശേഷം ഒരു ബോട്ടിലിൽ നമ്മൾ ഫുള്ളാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചോറിനോ ഇഡ്ഡലിയോ ദോശക്കോ ഏത് വേണ്ടിയെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷെ നമ്മൾ നല്ല കുപ്പീൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ ഫുള്ളാക്കിയിട്ട് വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഈ അച്ചാറാക്കി കഴിഞ്ഞാലൊന്നും ഫ്രിഡ്ജിൽ വെക്കലേ ഇല്ല, പുറത്ത് തന്നെ വെക്കുക. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ. എണ്ണയില്ല അച്ചാർ പുറത്തെപ്പം വെക്കുന്നത് നല്ലതാണ്. അല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇതാ കടുവെല്ലാം പൊട്ടി ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇപ്പം കരിയാപ്പില പച്ച കരിയാപ്പിലയല്ലേ, പൊട്ടിത്തെറിക്കാതെ പോലെ നമ്മൾ സൂക്ഷിക്കുക ഇടുന്ന സമയത്തേക്ക്. വെളുത്തുള്ളി നല്ല കുറച്ചൊരു കളർ വ്യത്യാസം വരുന്ന സമയത്തേക്ക് നമ്മൾ സ്റ്റൗ ബന്ധാക്കാം. ഇനി നമ്മൾ ഈ എണ്ണയിലെടുത്തിന് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ തക്കാളി അച്ചാർ റെഡിയായി. ഒരു 2 മിനിറ്റ് നേരം സ്റ്റൗ ചെറുങ്ങനെ കത്തിച്ചിട്ട് എണ്ണയുടെ അകത്ത് ഈ തക്കാളി ഞാൻ അരച്ചത് എടുത്തിട്ട് ഇട്ടു. ഇതാ നന്നായിട്ട് എണ്ണ മുകളിലോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഈ തണിഞ്ഞ ശേഷം ഒരു ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ നിറച്ച് വെച്ചാൽ മതി. പക്ഷേ ഇതിനകത്ത് വെള്ളപ്പശയോ അല്ല വെള്ളത്തിലുള്ള സ്പൂണോ ഇട്ട് കഴിഞ്ഞാൽ തക്കാളി അച്ചാർ മോശമാവും. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം. വെള്ളം മീൻ തൊട്ടാൽ തക്കാളി അച്ചാർ മോശമാവും. വെള്ളം തൊടാതെ കണ്ട് സ്പൂണെല്ലാം നന്നായിട്ട് ഉണങ്ങിയ സ്പൂണ്, നല്ല വെള്ളമെല്ലാം തോർത്തിയിട്ടുള്ള സ്പൂണ് മാത്രം നമ്മൾ ഇതിനകത്ത് എടുത്തിട്ട് തക്കാളി അച്ചാർ എടുത്ത് ഉപയോഗിക്കണം. കുറച്ചേ അച്ചാർ ഉപയോഗിച്ചുകൂടും, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അതുകൊണ്ട് ഇതേപോലെ തക്കാളി അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ. ബൈ.